ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന ഇയർഫോൺ ഹെഡ്സെറ്റിലുള്ള ഈ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടല്ലോ, ഇത് എത്രമാത്രം നമുക്ക് യൂസ്ഫുൾ ആണ്? അപ്പം ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്താണെന്നുള്ളത്. ഹെഡ്സെറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അത് ഓക്യുപ്പേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും, അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ നോയ്സ് എക്സ്പോഷർ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു ഹിയറിംഗ് ലോസ് ആണ് നോയ്സ് ഇൻഡ്യൂസ് ഹിയറിംഗ് ലോസ്. അപ്പോൾ ഇത് വോളിയം കൂട്ടി വയ്ക്കുമ്പോഴാണ് നോയ്സ് ഇൻഡ്യൂസ് ഹിയറിംഗ് ലോസ് വരാനുള്ള സാധ്യത കൂടുതൽ. നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള സൗണ്ട് കൂടുതലാവുമ്പോഴാണ് നമ്മുടെ ഹെഡ്സെറ്റിലുള്ള സൗണ്ട് കൂടുതലായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വോളിയം കൂട്ടി വയ്ക്കണം. അപ്പോൾ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ള ഒരു ഹെഡ്സെറ്റിൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ 1-2 മൈക്കുകളുണ്ടാവും. അപ്പോൾ അത് പുറമേയുള്ള ഈ എൻവയോൺമെൻറ്റൽ നോയ്സ് അവർ ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഫേസിലുള്ള വേറൊരു നോയ്സ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ 2 നോയ്സും കൂടെ ക്യാൻസൽ ആയി പോകും. അതാണ് ഇതിൻ്റെ മെക്കാനിസം. അപ്പോൾ അങ്ങനെയുള്ള ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വോളിയം അത്രയും കൂട്ടി വയ്ക്കേണ്ടി വരില്ല. അപ്പോൾ അവർക്ക് ഈ നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്.